പാർട്ടിക്ക് വേണ്ടി ഉള്ള പ്രവർത്തനത്തിനിടയിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ട്. ഒട്ടേറെ സഖാക്കൾ തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടികളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. ആ പാർട്ടി മറ്റ് പാർട്ടികളിൽ നിന്ന് ഭിന്നമാവുന്നത് അതിന്റെ ലക്ഷ്യം, അതിന്റെ നയങ്ങൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ലക്ഷ്യവും നയങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഈ സഖാക്കളൊക്കെ ജീവാർപ്പണം ചെയ്തത്. ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇന്നത്തെ നിലയിലേക്ക് വലിയ ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായി മാറിയത്. ജയിലുകളിൽ കടന്നിട്ടുണ്ട്, തടവറകളിൽ. അതുപോലെ തന്നെ ശത്രുവർഗത്തിന്റെ നാനാവിധമായിട്ടുള്ള കടന്നാക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം ജീവത്യാഗമാണ്. ആ ജീവത്യാഗം ചെയ്തിട്ടുള്ള സഖാക്കളെയാണ് നടക്കാൻ വേണ്ടി പോകുന്ന ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി ആദരിക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ രക്തസാക്ഷികൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പക്ഷേ അവരുടെ കുടുംബങ്ങൾ, അവരെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാം തന്നെ പാർട്ടിയുടെ സമ്മേളനം വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഞാൻ മുമ്പേ എന്ന നിലക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ നടന്നിട്ടുള്ള ഈ രക്തസാക്ഷി കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രക്തസാക്ഷി കുടുംബങ്ങളെയും ഈ പരിപാടി കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, CPM-നെതിരായിട്ട് ഇന്ന് ഈ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? CPM-നെതിരായിട്ടാണ് നമ്മുടെ രാജ്യത്തിലെ അച്ചടിപത്രങ്ങളിൽ മിക്കവയും, ദൃശ്യമാധ്യമങ്ങളിൽ കുറേയേറെ, സോഷ്യൽ മീഡിയയിൽ ഒക്കെ CPM വിരുദ്ധ പ്രചാരവേല നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞു, ലോക്കൽ സമ്മേളനം കഴിഞ്ഞു, ഏരിയ സമ്മേളനം, അത് കഴിഞ്ഞിട്ടാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് പോകുന്നത്. ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞാൽ കൊല്ലത്ത് സ്റ്റേറ്റ് സമ്മേളനം, അത് കഴിഞ്ഞാൽ അഖിലേന്ത്യാ പാർട്ടി സമ്മേളനം, പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ്. അപ്പൊ സമ്മേളനത്തിന്റെ ഘട്ടമാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ഈ തരത്തിലുള്ള പ്രചാരവേല ചെയ്യൽ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി എന്താണ്, ലക്ഷ്യം എന്താണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 1848 അത് പ്രസിദ്ധീകരിച്ചത്. എത്ര വർഷമായി? ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ മാർക്സും എംഗൽസും എഴുതി വെച്ചു, അക്കാലത്ത് കമ്മ്യൂണിസം എന്നുള്ള ആശയം ഏഷ്യയിലില്ല, അതുപോലെ ആഫ്രിക്കയിലില്ല, മറ്റ് ഭൂഖണ്ഡങ്ങളിലില്ല. ഒറ്റ ഭൂഖണ്ഡത്തിലാണ് കമ്മ്യൂണിസം എന്നുള്ള ആശയം അക്കാലത്ത് പ്രചരിച്ചിരുന്നത്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു സംഘടന, അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് നീതിനിഷ്ഠരുടെ ലീഗ്, നീതിമാന്മാരുടെ ലീഗ്. മനസ്സിലായില്ലേ? അതാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും എവിടെയും നിലകൊള്ളുന്നത് സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയിട്ടാണ്, അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത. എന്നിട്ട് മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, ഈ യൂറോപ്പിൽ പ്രചരിച്ചിട്ടുള്ള ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തെ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ എത്ര ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, ഈ കമ്മ്യൂണിസം യൂറോപ്പിനെ പിടികൂടിയിട്ട ഒരു ഭൂതമാണ്, ദുർഭൂതം. ആ ദുർഭൂതത്തിന്റെ ബാധ അകറ്റാൻ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഒത്തുചേർന്നിരിക്കുന്നു എന്നാണ് മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. അപ്പൊ ഇന്ന് CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ ഈ നാട്ടിലെ മനോരമ, മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ, അതുപോലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ചാനലുകൾ, നമ്മുടെ വീട്ടിന്റെ അടുക്കളയിലടക്കം വാർത്തകൾ എത്തിക്കുന്ന ചാനലുകൾ ഒക്കെ നടത്തുന്ന ചർച്ച എന്താണ്? CPM വിരുദ്ധ ചർച്ചയാണ്. CPM അവിടെ സമ്മേളനം നടത്തി. ആ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ തർക്കമുണ്ടായി, വിമർശനം ഉണ്ടായി, ഭയങ്കരമായിട്ടുള്ള കുഴപ്പമാണ് CPM-ൽ. ഇതൊക്കെയാണല്ലോ പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അന്ന് യൂറോപ്പിൽ മാത്രം, ചിലർക്കിടയിൽ മാത്രം പ്രചരിച്ചിരുന്ന ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയം, അതിനാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണെങ്കിലും അതിനെ യൂറോപ്പിനെ ബാധിച്ചുള്ള ദുർഭൂതമായി കണക്കാക്കി ആ ഭൂതവാദത്തെ, ആ യൂറോപ്പിലെ പിടികൂടിയിട്ടുള്ള ആ ദുർഭൂതത്തെ ഒഴിപ്പിക്കണം, ബാധ ഒഴിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും സടകുടഞ്ഞെഴുന്നേക്കണം എന്ന് ആഹ്വാനം ചെയ്തു അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെങ്കിൽ ഇന്ന് CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ
എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത്? അവിടെ കുഴപ്പം, അവിടെ വിമർശനം, ഭയങ്കരമായിട്ടുള്ള പ്രശ്നം എന്താണ്? വിരുദ്ധന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ, കമ്മ്യൂണിസ്റ്റുകാരെല്ലാ കാലത്തും നേരിട്ടുള്ള അപവാദ പ്രചരണങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരോടും BJP-ക്കാരോടും മറ്റു പാർട്ടിക്കാരോടും ഒരു കാര്യം നേരിട്ട് ചോദിക്കാം. നിങ്ങളെ ഏതെങ്കിലും പാർട്ടിയിൽ ഇതുപോലെ സമ്മേളനം നടത്താൻ കഴിയുമോ? അല്ലേ? നമ്മളെ കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രമുഖമായിട്ടുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. CPM നടത്തുന്ന പോലെയുള്ള ഒരു സമ്മേളനം അവർക്ക് നടത്താൻ പറ്റുമോ? നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? KPCC-യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശനെ എന്താ അഭിസംബോധന ചെയ്യുന്നത്? മൈ ഡിയർ കുട്ടിച്ചാത്ത, അല്ലേ? എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഇത്ര വലിയ ഐക്യമാണ്, ഇത്ര വലിയ യോജിപ്പാണ്. KPCC പ്രസിഡന്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്യുന്നത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടു കേട്ടു. അതിനെപ്പറ്റി പിന്നെ ചർച്ച ചെയ്യാം. മനോരമയ്ക്ക് വലിയ വിഷയമല്ല, മാതൃഭൂമിക്ക് വലിയ വിഷയമല്ല. CPM-ന്റെ സമ്മേളനത്തിൽ വിമർശിച്ചിരിക്കുന്നു, നേതാവിനെ വിമർശിച്ചിരിക്കുന്നു, നേതാക്കളെ വിമർശിച്ചിരിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരോട് പറയാനുള്ളത്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഒരു സവിശേഷതയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ വന്നിട്ടുള്ള പോരായ്മകൾ അത് വിമർശിക്കും. വിമർശിച്ചുകൊണ്ട് പാർട്ടി ഇല്ലാണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിശോധനാ രീതിയുടെ ഒരു പ്രത്യേകതയാണ്. BJP-യിലുണ്ടോ ഇത്തരമൊരു സവിശേഷത? BJP-ക്കാർക്ക് ഇതുപോലെ സമ്മേളനം നടത്താൻ പറ്റുമോ? അതിനകത്ത് ഭയങ്കര അടിയല്ലേ? കോൺഗ്രസിനകത്ത് അടി, BJP-ക്കകത്ത് അടിയോടടി. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നയങ്ങളും ലക്ഷ്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനിടയിൽ പോരായ്മകളെ സംബന്ധിച്ച് പാർട്ടി സമ്മേളനങ്ങൾ വിമർശിക്കും. അതോടൊപ്പം സ്വയം വിമർശനവും നടത്തും. തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കും. അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടാണ് ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്. അപ്പൊ സമ്മേളനങ്ങൾ നടക്കുന്നതോടുകൂടി ഈ പാർട്ടി ഇല്ലാതാവുകയല്ല, സമ്മേളനങ്ങൾ നടത്തി തീർക്കുന്നതോടുകൂടി ഈ പാർട്ടി ഏറ്റവും സുശക്തമായിട്ടൊരു പാർട്ടിയായി, രാജ്യത്തിലെ മറ്റു പാർട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പൊരുതുന്ന ഒരു പാർട്ടിയായി, ജനകീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPIM ഉരുകിത്തെളിഞ്ഞു വരും. അതാണ് വിരുദ്ധന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, CPIM ഈ സമ്മേളനം നടക്കുന്നു. ഇപ്പൊ ഇവിടെ രക്തസാക്ഷ്യം പരിപാടി, ഇനിയിപ്പോ പ്രതിനിധി സമ്മേളനം, 3 ദിവസം പ്രതിനിധി സമ്മേളനം. സഖാവ് ജോയിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്ത് ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കും, ചർച്ച ചെയ്യും. വിമർശനപരമായിട്ട് ചർച്ച തന്നെ നടക്കും. എന്നിട്ട് പുതിയ കാലത്തേക്കുള്ള പാർട്ടിയുടെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കും. അപ്പൊ ചർച്ച നടക്കുന്നത് കൊണ്ട് നേതാക്കന്മാർക്കെതിരായിട്ട് വിമർശനം ഉയരുന്നു. അങ്ങനെ വിമർശിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ? BJP-ക്കാർക്ക് കഴിയുമോ? ഇവിടെ ജനാധിപത്യപരമായിട്ടാണ് CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. അപ്പോൾ പോരായ്മകൾ കണ്ടെത്തും, പരിഹരിക്കും, കൂടുതൽ കരുത്തോടു കൂടി മുമ്പോട്ട് പോകും. ആ കരുത്ത് നൽകുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പഴയകാല ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഇടം നേടിയവരാണ് രക്തസാക്ഷികൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരം ജീവത്യാഗമാണ്. ജീവൻ തന്നെ ത്യജിക്കുക. തടവറയിൽ കഴിഞ്ഞ് മരണപ്പെട്ടവരും, ശത്രുക്കളുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് മരണപ്പെട്ടവരും, ഭരണകൂട ശക്തികളുടെ വെടിയേറ്റ് മരണപ്പെട്ടവരുണ്ട്. ഇതെല്ലാമാണ് ഈ പാർട്ടിയുടെ കരുത്ത്. ആ കരുത്ത് കൂടുതൽ നേടിക്കൊണ്ടാണ് സമ്മേളനം കഴിയുന്നതോടുകൂടി മുമ്പോട്ട് പോകാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഈ നാട്ടിലെ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ BJP. എന്താ BJP-യുടെ അവസ്ഥ? BJP-ക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾ നമ്മളൊരു വലിയ ശക്തിയാണ്, ഹിന്ദുക്കൾ നാം ഒന്നിക്കണം, അല്ലേ? അപ്പോ എല്ലാവർക്കും തോന്നുന്നു നല്ല കാര്യമല്ലേ? ഹിന്ദുക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? പക്ഷെ അതിനകത്ത് ഒളിഞ്ഞു വെക്കുന്ന അജണ്ട എന്താണ്? ഈ ഹിന്ദുത്വം പറഞ്ഞിട്ട് രാജ്യത്തെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJP അതിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്താ യഥാർത്ഥ സ്വഭാവം? BJP മറ്റു പാർട്ടികളെ പോലെയുള്ള ഒരു പാർട്ടിയല്ല. പിന്നെയോ അത് RSS-നാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എന്താ RSS? ഇവിടെ ഈ പ്രദേശത്ത് ഒട്ടേറെ സ്ഥാപനങ്ങൾ, സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മഹിളാ സമാജം, ക്ലബ്ബുകൾ, വായനശാലകൾ, ഗ്രന്ഥാലയങ്ങൾ, കച്ചവടക്കാരുടെ സംഘടനകൾ, യുവാക്കളുടെ സംഘടനകൾ, സ്ത്രീകളുടെ സംഘടനകൾ ഒക്കെ പ്രവർത്തിക്കുന്നു. ആ സംഘടനകൾ പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഓരോ സംഘടനക്കും മെമ്പർമാരുണ്ടാവും, അല്ലേ?
ആ മെമ്പർമാർ ചേർന്നുകൊണ്ടാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക. ഇതാണ് ജനാധിപത്യത്തിന്റെ ഹരിശ്രീ. മെമ്പർമാരിൽ നിന്ന് തുടങ്ങി ആ ജനാധിപത്യ രീതിയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ കമ്മിറ്റി, ഭാരവാഹികൾ. ഞാൻ ഇവിടുത്തെ BJP-ക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള RSS അതിനകത്ത് വല്ല മെമ്പർഷിപ്പ് ഉണ്ടോ? അത് പണ്ടത്തെ രാജാധിപത്യ കാലത്ത് നടത്തിയിട്ടുള്ള പടവാൾ ഭരണം ആണ്. പടവാൾ ഭരണമാണ് ഈ രാജ്യത്തിലെ BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അതിന്റെ ആത്മീയ ആചാര്യമായിട്ട് RSS-നകത്ത് നടക്കുന്നത്. പടവാൾ ഭരണം. പിന്തുടർച്ചയാണ്. തെരഞ്ഞെടുപ്പില്ല, മെമ്പർഷിപ്പ് ഇല്ല, ഒന്നുമില്ല. BJP-ക്കാർ പറയും, നിങ്ങൾ നോക്കൂ, ആർക്കൊക്കെ മെമ്പർഷിപ്പ് വേണമോ ഞങ്ങൾ തന്നേക്കാം. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണ്ടു. എന്താണ്? നിങ്ങൾ മിസ് കോൾ തന്നാൽ മതി. ഇന്ന മൊബൈൽ നമ്പറിലേക്ക് ബോർഡ് പ്രത്യക്ഷപ്പെടും പല ടൗണുകളിൽ. BJP-യിൽ മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്നവർ ഇന്നേ നമ്പറിലേക്ക് ഒരു മിസ് കോൾ തന്നാൽ മതി. അപ്പൊ നമ്മുടെ ഫോണിൽ നിന്ന് പൈസ ചെലവാകില്ല. മിസ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കും, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട്. ജനങ്ങളെ പരിഹസിക്കുന്നതിന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമല്ലേ ഇത്? ഈ BJP-ക്കകത്ത് മിസ് കോളിലൂടെ മെമ്പർഷിപ്പ് കിട്ടുന്ന ആളുകളാണോ BJP-യുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇല്ല. പിന്നെ ആരാ തീരുമാനിക്കുന്നത്? RSS. BJP-യുടെ ആസ്ഥാനം ഡൽഹി, RSS-ന്റെ ആസ്ഥാനം നാഗ്പൂർ. നാഗ്പൂരിൽ നിന്ന് ശാസനകൾ പുറപ്പെടുവിക്കും, അത് BJP അനുസരിക്കും. ഇതാണ് RSS BJP. ജനാധിപത്യത്തിന്റെ ഹരിശ്രീ പോലും ഇല്ലാതെ RSS-ന്റെ ആജ്ഞകൾ നടപ്പാക്കാൻ മാത്രം വിധിക്കപ്പെട്ട അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്തിലെ BJP. ആ BJP നമ്മുടെ കേരളത്തിൽ വലിയ നിലക്ക് സ്വാധീനം നേടിയിരുന്നില്ല. എന്താണ് നേടാതിരുന്നതിന് കാരണം? ഒരു ഘട്ടം വരെ BJP-ക്ക് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പൊരുതിയിട്ടാണ് ഈ വർഗീയ ശക്തിയെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവാക്കി നിർത്തിയത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരായിട്ടുള്ള ശക്തികൾ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ്സാണ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ചത്. അതിന്റെ ഫലമായിട്ട് ജീവാർപ്പണം ചെയ്തവരുണ്ട്. പിൽക്കാലത്ത് നോക്കിയപ്പോ കോൺഗ്രസിന്റെ സ്ഥാനത്ത് RSS വന്നു. ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തി. അതുകൊണ്ട് കോൺഗ്രസ് ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർബലപ്പെടുത്താനായില്ല. അതുകൊണ്ട് ഇനി മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ച് തകർക്കാൻ ഞങ്ങളാണ് യോഗ്യന്മാർ. ദണ്ഡ, വാള്, അല്ലെ, ബോംബ്, ഇതൊക്കെ ആയിട്ടാണ് RSS വന്നത്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിലും ഒട്ടേറെ രക്തസാക്ഷികൾ RSS-ന്റെ കൊലക്കത്തിക്കരിയായിട്ടാണ് ജീവാർപ്പണം ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഫലമായിട്ട് എന്ത് മാറ്റമുണ്ടായി? ഈ കേരളീയ സമൂഹത്തിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതുപോലെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? RSS-നെ ആശയപരമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ അണിനിരത്തിയും CPIM ശക്തമായി ചേർത്ത് തോൽപ്പിച്ചു. അപ്പോ RSS-കാർ ആയുധവുമായിട്ട് വന്നു. നമ്മുടെ നിരവധി സഖാക്കളെ RSS-കാർ കശാപ്പ് ചെയ്തു. അതിനു മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ കീഴടങ്ങിയോ? CPIM കീഴടങ്ങിയോ? കേരളത്തിലുടനീളം, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ കേരളത്തിലുടനീളം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നമ്മുടെ 218 സഖാക്കളെയാണ് RSS-കാർ കശാപ്പ് ചെയ്തത്. മനസ്സിലാക്കണം നിങ്ങൾ, 218 പേരെയാണ് ഓർമ്മ. നമ്മളതിനെ ചെറുത്തു. നിങ്ങളുടെ ദണ്ഡയുടെ മുമ്പിൽ, നിങ്ങളുടെ വാടിവാടുകൾക്ക് മുമ്പിൽ, നിങ്ങളുടെ ബോംബിന് മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളൊരു ഫാസിസ്റ്റ് ശക്തിയാണ്. നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടം വരുത്തുന്ന ശക്തിയാണ് RSS BJP. അതുകൊണ്ട് നിങ്ങൾ ഏത് നിലക്കും ഞങ്ങൾ ചെറുത്തും. ആ ചെറുത്തുനിൽപ്പ് നടത്തി 218 സഖാക്കളുടെ ജീവാർപ്പണം. ഒട്ടേറെ സഖാക്കൾക്ക് ആക്രമണത്തിൽ പരിക്കുപറ്റി. പക്ഷെ അതിന്റെ ഫലമായിട്ട് എന്തു വന്നു? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്നു, ആ സ്ഥാനം BJP നേടി. കോൺഗ്രസ് ഭരിച്ചിടങ്ങളിൽ BJP ഭരിച്ചു, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഭരിക്കുന്ന ആരാ? BJP. നേരത്തെ ഭരിച്ചതാരായിരുന്നു? കോൺഗ്രസ്. കോൺഗ്രസ് അവിടെ തകർന്നുപോയി. പക്ഷെ കേരളത്തിലോ അവർക്ക് ഇതേവരെ സ്ഥിരമായിട്ട് ഒരു MLA സ്ഥാനം കിട്ടിയില്ല. ഒരു MLA സ്ഥാനം ഇടക്ക് കിട്ടി പോയി. ആരാ നഷ്ടപ്പെടുത്തിയത്? CPIM, LDF. പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒരു ലോക്സഭയിലേക്ക് ഒരു സീറ്റ് തൃശ്ശൂരിൽ നിന്നും നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപി അവിടെ ജയിച്ചു പോയി. പലയിടത്തും BJP-ക്ക് കുറേശ്ശെ വോട്ട് കൂടുന്നു. ഇപ്പൊ സംഘർഷത്തിന്റെ അന്തരീക്ഷം ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഈ ജനാധിപത്യത്തെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ RSS BJP നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം നേടുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അവർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ആശയരംഗത്തുള്ള സമരം കൃത്യമായി നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ് അല്ല നടത്തുന്നത്.
കോൺഗ്രസ് പലപ്പോഴും RSS BJP വിധേയമായി കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ് എതിരിട്ട് നിൽക്കുന്നത്. ഇതൊരു ഫാസിസ്റ്റ് ആശയമാണ്. RSS മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയമാണ് എന്ന നിലക്ക് ശക്തമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നു. പക്ഷേ അവരെങ്ങനെയാ പലയിടത്തും BJP വോട്ട് നേടുന്നത്? തൃശ്ശൂരിലെ സീറ്റ് എങ്ങനെയാണ് BJPക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്? ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, ജനങ്ങൾക്കും ബോധ്യമുണ്ട്. എങ്ങനെയാണ്? അവര് സമുദായ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഗീയതയുടെ ആശയം കുത്തിച്ചെലുത്തുന്നത്. ചിലർ വിട്ടുപോയിട്ടുണ്ട്. എന്താ BJPക്കാർ പറയുന്നത്? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം, അല്ലേ? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. അപ്പൊ നായാടിക്കും വലിയ സന്തോഷം. നായാടി കരുതുന്നത് ഞാനിപ്പോ നായാടിയല്ല, ഹിന്ദുവായിട്ട് വളർന്നിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഈ ചരിത്രത്തിൽ ആരായി നായാടി? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കേരളത്തിൽ 5 തവണയാണ് സന്ദർശിച്ചത്. ആ 5 തവണ ഒരു പ്രാവശ്യം അദ്ദേഹം പാലക്കാട് എത്തിയപ്പോ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ദയനീയമായിട്ട് ശബ്ദം കേട്ടു. അന്ന് മദ്രാസിലുള്ള കോൺഗ്രസ് നേതാവ് രാജാജിയാണ് കൂടെ, രാജഗോപാലാചാരി. അദ്ദേഹത്തോട് ചോദിച്ചു, രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ഒരു ശബ്ദം? അപ്പൊ രാജാജി പറഞ്ഞു, അത് നായാടി ഭിക്ഷയാചിക്കുന്ന ശബ്ദമാണ്. മനസ്സിലല്ലേ? ഇപ്പോ ഹിന്ദുവായിട്ട് ശക്തിപ്പെട്ടു എന്ന് കരുതുന്ന നായാടി ഒരു കാലത്ത് ഭിക്ഷയാചിക്കുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും അമ്പരന്ന് പോയി. എങ്ങനെയാ നായാടി ജീവിച്ചത്? നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് കർശനമായിട്ടുള്ള ജാതി ശ്രേണി ഉണ്ടായിരുന്നു. നമ്പൂതിരിയിൽ നിന്ന് ബ്രാഹ്മണിൽ നിന്ന് ഇത്രയടി ദൂരെ നായരിൽ നിൽക്കണം, നായരിൽ നിന്ന് ഇത്രയടി ദൂരെ ഈഴവൻ നിൽക്കണം, അതിന്റെ അങ്ങോട്ട് പട്ടികജാതിക്കാർ നിൽക്കണം, അല്ലേ? എന്നാൽ ഇതിന്റെ അപ്പുറത്ത് പെട്ട വിഭാഗമാണ് ഈ നായാടികൾ. ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാണ്, കാണാൻ പാടില്ല, കണ്ടാൽ അയിത്തമാണ്, അശുദ്ധമാണ്, കണ്ടാൽ കുളിച്ച് ശുദ്ധമാകണം. ഇതാ ഈ രാജ്യത്ത് RSS മുന്നോട്ട് വെക്കുന്ന മഹത്തായ സംസ്കാരത്തിന്റെ ആ കാലത്തെ അവസ്ഥ ഏതായിരുന്നു? ദയനീയമായിട്ടുള്ള സ്ഥിതിയായിരുന്നു, അടിമത്തമായിരുന്നു അക്കാലത്ത്. ഇതാ നായാടി മരത്തിന്റെ മറയത്തിരുന്ന്, കൈതക്കൂട്ടത്തിന്റെ മറയത്തിരുന്ന് മാത്രം മറ്റുള്ള മനുഷ്യരെ കാണാൻ പോലും അവകാശമില്ലാത്ത ആളുകൾക്ക് മാറ്റമുണ്ടായി. നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗികളും വാഗ്ഭടാനന്ദരും അടക്കമുള്ള നവോത്ഥാന നായകന്മാർ പരിശ്രമിച്ചു, പോരാടി. ഇന്നിപ്പോ നിങ്ങൾ വാർത്ത കേട്ടിരിക്കും, വൈക്കത്ത് പെരിയോറുടെ സ്മരണക്കായി ഉണ്ടാക്കിയിട്ടുള്ള നവീകരിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിൻ. പിണറായി അവിടെ കൂടെയുണ്ട്. മനസ്സിലെ ഇങ്ങനെ എത്രയെത്ര സമരങ്ങൾ, വൈക്കം സമരം ഉൾപ്പെടെ നിരവധി സമരങ്ങളിലൂടെയാണ് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം ഈ നാട്ടിലുണ്ടായത്. അക്കാലത്ത് എവിടെയായിരുന്നു ഈ RSS? ഞാൻ ചോദിക്കുകയാണ്. 1925 മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നിട്ട് നായാടിയുടെ ദയനീയമായിട്ട് ശബ്ദം കേട്ടിട്ട് അത്ഭുതപ്പെടുമ്പോ ഈ നാട്ടിൽ രൂപീകരിച്ച ഒരു ശക്തിയാണല്ലോ RSS. സ്വാതന്ത്ര്യത്തിന് 22 കൊല്ലം മുമ്പേ രൂപീകരിച്ച ഒരു സംഘടനയാണല്ലോ RSS. അവര് ഈ നായാടിക്ക് വേണ്ടി ശബ്ദം ഉയർത്തി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടത്തിൽ അണിനിരന്നോ? ഒന്നുമില്ല. അനുസരിച്ച് അടിമ സമാനമായിട്ടുള്ള ജീവിതം നയിച്ചപ്പോ, തീണ്ടാപ്പാട് അകലം നിർത്തിയപ്പോ, എല്ലാവരെയും ഐത്തജാതിക്കാരായിട്ട് പരിഗണിച്ചപ്പോ എന്തായിരുന്നു RSSന്റെ പണി? RSSന്റെ ശാഖയിൽ കബഡി കളിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട പണി, കബഡി കളിക്കുക. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ എതിർത്തുകൊണ്ട് കബഡി കളിച്ച് ാണ് ഈ RSS. അവരിപ്പോ പറയാണ്, ഞങ്ങൾ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ വലിയ സമുദായ സംഘടനകൾ, കൊച്ചു ജാതി സംഘടനകൾ, ഇതിലൂടെയൊക്കെ RSSന്റെ വർഗീയ പ്രത്യയശാസ്ത്രം എങ്ങനെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും, ഇതാണ് BJP നോക്കുന്നത്, അത് RSS നോക്കുന്നത്. അപ്പോ ഈഴവന് പണ്ട് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ഒക്കെ മാറി. എല്ലാ ജാതി വിഭാഗങ്ങൾക്കും നിയമത്തിന്റെ മുന്നിൽ തുല്യത, സമൂഹത്തിന്റെ മുമ്പിൽ തുല്യത, ഇതൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ അതാ BJPക്കാർ വരുന്നു. ഇതിനുവേണ്ടി വല്ല പരിശ്രമം അവരെ നടത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ ഇപ്പൊ വരുന്നു. എങ്ങനെ? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയാണ് SNDP യോഗം. ഈഴവരുടെ ഏറ്റവും വലിയ സംഘടനയാണ് SNDP യോഗം. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം
മൈസൂരിൽ പോയിട്ട് SNDP യോഗത്തിന്റെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു BJPയുടെ മുദ്രാവാക്യം ഒന്നുകൂടി പരിഷ്കരിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നാണ് BJPക്കാർ പറയുന്നതെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി കടന്നു പറഞ്ഞു നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം. മനസ്സിലായില്ലേ? നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം. ഇവിടെ ശ്രീനാരായണ ഗുരുവിന് ലോകം നൽകുന്ന ഒരു പദവിയുണ്ട്. മനുഷ്യത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ജാതീയമായും മതപരമായിട്ടുള്ള എല്ലാ വിഭജനങ്ങളെയും എതിർത്തുകൊണ്ട് മനുഷ്യരെല്ലാം ഒന്നാണ്. ഈ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച മഹാത്മായുടെ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ആദർശങ്ങൾ പിന്തുടർന്നു എന്ന് അവകാശപ്പെടുന്ന SNDP യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് ഇപ്പോ BJPയുടെ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നു. അതാണ് മുദ്രാവാക്യം. ഇത് നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം. അതിന്റെ അപ്പുറത്ത് മനുഷ്യന്മാരില്ലേ? എന്താ ശ്രീനാരായണ ഗുരു പറഞ്ഞത്? മനുഷ്യാണ മനുഷ്യത്വം ജാതി. കാരണം മനുഷ്യത്വമെല്ലാം ഒരു ജാതിയാണ്. ഏതുപോലെ? പശുവിന് പശുത്വം ഉള്ളതുപോലെ. കാരണം പശുക്കൾ എന്ന് പറയുന്നത് ഒരു ജാതിയാണ്, മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് എന്ന് ഉദ്ഘോഷിച്ച മലയാളി കരയെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകൾ RSSകാരുടെ ആജ്ഞയ്ക്ക് വിധേയമായി അവരുടെ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത്. എല്ലാ ജാതികളിലും മതങ്ങളിലും പെട്ട മനുഷ്യരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ആരാളുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM. ഇടതുപക്ഷം, അപ്പുറത്തോ വലതുപക്ഷം. ഇന്നത്തെ രാജ്യത്തിലെ വലതുപക്ഷ പാർട്ടികളിൽ മുൻപന്തിയിലുള്ളത് BJP. അതിന്റെ പ്രധാനമന്ത്രി ഇപ്പം ഭരിക്കുന്നു നരേന്ദ്രമോദി, അല്ലേ? പിന്നെ ഒരു വലതുപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. അവർ പ്രതിപക്ഷത്താണ്. ഭരണപക്ഷത്തുള്ള വലതുപക്ഷ പാർട്ടി BJP, പ്രതിപക്ഷത്തുള്ള വലതുപക്ഷ പാർട്ടി കോൺഗ്രസ്. രണ്ടും വ്യത്യസ്തമാണ്. ഇടതുപക്ഷം, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം. ആ വ്യത്യസ്ത പല നിലക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തായിരുന്നു വിഷയം? ഇലക്ട്രൽ ബോണ്ട്. നമ്മുടെ നരേന്ദ്രമോദി ഒരു നിയമം പാസാക്കി. അതിന്റെ പേരാണ് ഇലക്ട്രൽ ബോണ്ട് ആക്ട് നിയമം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് എത്ര തുക വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഏത് പാർട്ടിക്ക് ഏത് കോർപ്പറേറ്റ് എത്ര തുക കൊടുത്തു എന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ ആരും അറിയേണ്ട ആവശ്യമില്ല. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കലാണ്. ജനങ്ങൾക്ക് അധികാരം കൂടുതൽ കൊടുക്കലാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം. അവിടെ ജനാധിപത്യത്തോട് തരുമ്പോൾ കൂറില്ലാത്ത RSS BJPയുടെ നേതാവ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ എത്ര തുക കൊടുത്തോ അതൊന്നും നാട്ടുകാർ അറിയേണ്ട ആവശ്യമില്ല, ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സ്വകാര്യമായിട്ട് വെക്കാം. ഇനി ആരാ ചോദ്യം ചെയ്തത്? CPMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. സുപ്രീം കോടതി കുറച്ചു കാലം അതിന്റെ മേലെ അടയിരുന്നു, ആ പെറ്റീഷന്റെ മേലെ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ സുപ്രീം കോടതി വിധി പറഞ്ഞല്ലോ. CPIM മറ്റ് സംഘടനകളും നൽകിയിട്ടുള്ള ഹർജിയിൽ പറയുന്ന പ്രതിപാദ്യം വളരെ ശരിയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ കോർപ്പറേറ്റുകൾ എത്ര തുക കൊടുത്തു എന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അത് പരസ്യപ്പെടുത്തണം. പരസ്യം വന്നല്ലോ, സുപ്രീം കോടതി വിധിക്ക് ശേഷം പരസ്യപ്പെടുത്തിയല്ലോ. ഞാൻ ഇവിടുത്തെ എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളും ചോദിക്കുകയാണ്, എല്ലാ പാർട്ടികളും ഒരുപോലെയാണോ സുഹൃത്തുക്കളെ? CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഹർജി കൊടുത്തതിനെ തുടർന്ന് വിധി വന്നല്ലോ. ആരൊക്കെ കോർപ്പറേറ്റുകളുടെ കൈവശത്ത് നിന്നും പണം വാങ്ങിച്ചു എന്നുള്ള കണക്ക് വന്നല്ലോ. ആർക്കാ ഏറ്റവും കൂടുതൽ കിട്ടിയത്? BJP. പിന്നെ കിട്ടിയ പാർട്ടി ഏതാണ്? കോൺഗ്രസ്. പിന്നെ കിട്ടിയ പാർട്ടികൾ ഏതാണ്? രാജ്യത്തിലെ ബൂർഷ്വാ പാർട്ടികൾ. CPIM ഒരു നയ പൈസയും വാങ്ങിച്ചിട്ടില്ല. ഇടതുപക്ഷ പാർട്ടികൾ CPM ഉൾപ്പെടെ തീരുമാനിച്ചു, കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല. ഞങ്ങൾക്കും ചെലവുണ്ട്. ജില്ലാ സമ്മേളനത്തിന് ചെലവ് വരില്ലേ? ഇങ്ങനെയാ ചെലവ് നിർവഹിക്കുക? ഈ നാട്ടിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, പാവപ്പെട്ടവർ, ചെറുകിട കച്ചവടക്കാർ, ഇടത്തരക്കാരൊക്കെ സമീപിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന സമ്മേളനത്തിന് ആവശ്യമായിട്ട് ഫണ്ട് നിങ്ങൾ തരണം. ഞാൻ കൃത്യമായിട്ട് കണക്ക് ഞങ്ങൾ സൂക്ഷിക്കും. ഒരു നയ പൈസ പോലും പാഴ്ചെലവാകില്ല. ഇങ്ങനെ രണ്ട് രാഷ്ട്രീയം. ഒന്ന് കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയം. എന്താ കോർപ്പറേറ്റുകൾ പറയുന്നത്? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എത്ര പണം വേണമോ അത് ഞങ്ങൾ തന്നേക്കാം. ഒറ്റ കണ്ടീഷൻ. എന്താണ്? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ മുടക്കിയ പണം ഉണ്ടല്ലോ, ഇത് മുടക്കാണ്, മുടക്ക് മുതലാണ്. ആ മുടക്കിയ പണത്തിന്
10 ലാഭം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കും വിധം നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഭരണപരമായ തീരുമാനം എടുക്കണം. അതിന്റെ നടപ്പാക്കുന്നത് ഇവിടെ ഒന്നും അറിയാത്ത കുറച്ച് ആളുകളെ BJP-യിലേക്ക് ചേർക്കുക, മിസ് കോൾ മെമ്പർഷിപ്പ്. ഞാൻ ആ BJP-ക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പണം ആരുടേതാണ്? കോർപ്പറേറ്റുകളുടെ പണം അല്ലേ? ഇതാ CPM പറയുന്നത്, ഇതാ ചങ്ങാത്ത മുതലാളിത്തം. ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് ഈ രാജ്യത്തിലെ BJP. എന്നിട്ട് നാട്ടുകാരോട് പറയാം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ഒക്കെ ഉപയോഗിക്കുക. അവർക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാ? അല്ല. മതവർഗീയത ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ അധികാര കസേര സംരക്ഷിക്കുന്നതിനപ്പുറം ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ BJP-ക്ക് വല്ല താല്പര്യമുണ്ടോ? കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കല. ഇപ്പോ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. എന്താ ചർച്ച? അവിടെ അദാനി ഒരു ചർച്ചാ വിഷയമാണ്. നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങളിൽ ഒരു സത്യം പുറത്തു വന്നല്ലോ. ഈ നരേന്ദ്രമോദി രാജ്യത്തിന് വെളിയിലേക്ക് പോകുന്ന അവസരത്തിൽ, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന അവസരത്തിൽ ഒന്നുകിൽ ആ ഫ്ലൈറ്റിൽ, വിമാനത്തിൽ ഉണ്ടാവും ആര്? അദാനി അല്ലെ? നമ്മുടെ അമ്മമാരും അതുപോലെ രക്ഷിതാക്കളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ കൊണ്ടുപോവുക അല്ലെ? കൈക്കുഞ്ഞുങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന അവസരത്തിൽ കൈക്കുഞ്ഞിനെ പോലെ കരുതുന്ന ഒരു കോർപ്പറേറ്റാണ് ഈ രാജ്യത്തിലെ അദാനി. ആ അദാനി എത്ര 1000 കോടിയാണ് ഈ മോദിയുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയത്. കുത്തനെ കയറ്റമാണ്, വരുമാനത്തിലെ കയറ്റം. മോദി, അദാനി ഇരട്ടപ്പെട്ട സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയം. അവരുടെ പണ വരുന്നത് എവിടെ? നമ്മുടെ നാട്ടിലടക്കം. തിരുവനന്തപുരം വരും, വിഴിഞ്ഞത്തും വരും, ഇവിടെയും വരും. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു കേസിനെ പറ്റി കേട്ടിട്ടില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തില് തൃശ്ശൂർ ജില്ലയിലെ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ. ആ പെറ്റീഷൻ തറച്ച് പുലർച്ചെ ഞങ്ങൾ വരുന്ന അവസരത്തിൽ ഞങ്ങളുടെ കാർ തടഞ്ഞു. എന്നിട്ട് ഞങ്ങളെയൊക്കെ അടിച്ച് പുറത്തിറക്കി. കേരളത്തിലെ പോലീസാണല്ലോ, പിണറായി വിജയനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പോലീസ് അന്വേഷിച്ചിട്ട് എന്താ തെളിഞ്ഞത്? ഇപ്പൊ കൊടകര കുഴൽപ്പണ കേസ് ഇപ്പോ കോടതിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ അന്വേഷണം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് BJP ഗവൺമെന്റ് കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്, ED അല്ലേ? പക്ഷെ EDക്ക് കൊടുത്തിട്ട് ED അന്വേഷിക്കുന്നില്ല. എന്നാ പോലീസിനെ അന്വേഷിക്കാൻ കഴിയുന്ന പരിധിക്കകത്ത് വെച്ച് അന്വേഷിച്ചു. എന്താ പറഞ്ഞത്? 25 ലക്ഷമല്ല തട്ടിപ്പുറത്തത് എന്നാണ്. അത് കോടികളായി മാറി. എന്താ 25 ലക്ഷത്തിന്റെ പരാതിയായി ചുരുക്കപ്പെട്ടത്? ഈ 25 ലക്ഷം എവിടുന്നാ കൊണ്ടുവരുന്നെന്ന് പറയേണ്ടി വരും. കൊണ്ടുവന്ന പണത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് പോലീസിനോട് പറയേണ്ടി വരും. അത് പറയാൻ പറ്റില്ല, കാരണം ഇത് കള്ളപ്പണമാണ്. കൊടകരയിൽ കൊണ്ടുവന്ന പണം മാത്രം ഏതാണ്ട് 3.5 കോടി ഉറുപ്പിയാണ് സുഹൃത്തുക്കളെ. 3.5 കോടി ഉറുപ്പിയ. എവിടുന്നാ BJP-ക്കാർക്ക് ഈ പണം? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള പണമാണ് അവിടെ വന്നത്. 3.5 കോടി കൊണ്ടുവന്നു. കാറിന്റെ രഹസ്യ അറയിലാണ് കൊണ്ടുവന്നത്. അത് തട്ടിപ്പറിച്ചു. BJP-ക്കാര് തന്നെയാ തട്ടിപ്പറിച്ചത്. അവർക്ക് വിവരം കിട്ടി, മറ്റേ ഗാങ്ങിനും കിട്ടി, തട്ടിപ്പറിച്ചു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പക്ഷെ പരാതി കൊടുക്കുമ്പോൾ 3.5 കോടി എന്ന് പറഞ്ഞാൽ ആ 3.5 കോടി ഉറുപ്പിയുടെ സ്രോതസ് എവിടെയാണ്, ഉറവിടം എവിടെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് 25 ലക്ഷം പരാതി കൊടുത്തു. പക്ഷെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി 3.5 കോടി. 3.5 കോടി മാത്രം. ആ മേഖലയിൽ മാത്രം പോലീസ് അന്വേഷണത്തിലൂടെ കൊണ്ടുവന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കാർമ്മികത്വത്തിൽ കൊണ്ടുവന്ന കള്ളപ്പണം എത്രയാണെന്നറിയോ? 51 കോടി ഉറുപ്പിക. സുഹൃത്തുക്കളെ, എവിടുന്നായി പണം? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ BJP-യുടെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കൊടുത്ത പണമാണോ അത്? ആണോ? നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത്? ഈ നാട്ടിലെ ഹിന്ദുക്കളിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ പണമാണോ ഈ 51 കോടി? കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ട പണം എവിടുന്ന് വന്നു? ഈ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ നിങ്ങൾ? എവിടുന്നാ വന്ന സുഹൃത്തുക്കളെ? ഇതാണ് കള്ളപ്പണം. കണക്കിൽപ്പെടാത്ത പണം ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾ കൊടുക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നിട്ട് നാട്ടിലെ ജനങ്ങളോട് പറയാം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഹിന്ദു സംസ്കാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആണോ? എന്ത് സംസ്കാരം? ഇവർക്ക് വല്ല സംസ്കാരമുണ്ടോ RSSകാർക്ക്? അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഈ രാജ്യത്ത് മോദി ഭരിക്കുന്നു. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഈ മോദിയെ കുറിച്ച് എന്തൊക്കെയായി തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കിടയിൽ പ്രചരിപ്പിച്ചത് അല്ലേ? നമ്മൾ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ ഒരു പരസ്യം, ആ പരസ്യം നിങ്ങളെല്ലാം കണ്ടിരിക്കും. അപ്പൊ ഒരു പെൺകുട്ടിക്ക് കാൽമുട്ടിന് വേദന.
അപ്പൊ കാൽമുട്ടിന് വേദനിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ആദ്യം കാണിക്കുന്നു. അപ്പോ അമ്മ പെയിൻ ബാം പുരട്ടി കൊടുക്കുന്നു, വേദന സംഹാരി പുരട്ടി കൊടുക്കുന്നു. അപ്പൊ പരസ്യവാചകം, മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് അമ്മമാ. നമ്മളെല്ലാം കണ്ടില്ലേ പരസ്യം, മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് അമ്മമാ. പിന്നെ അടുത്ത പരസ്യവാചകം വരുമ്പോ താടിയോടുകൂടിയുള്ള മോദി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയാണ്, അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാ? മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് അമ്മമാർ. അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ്? താടിയോടുകൂടിയുള്ള മോദി. ഈ BJP-ക്കാരെ നിങ്ങള് കോടിക്കണക്കിന് ഉറുപ്പിക ചെലവിട്ടുകൊണ്ട് ഈ നാട്ടിൽ പരസ്യവാചകങ്ങൾ ഒക്കെ തയ്യാറാക്കുമ്പോ ഈ നാട്ടിലെ അമ്മമാരോടും സഹോദരിമാരോടും നിങ്ങൾ എടുക്കുന്ന സമീപനം എന്താണ്? ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? ഇന്ത്യയുടെ ഭാഗമാണല്ലോ മണിപ്പൂർ സംസ്ഥാനം. ആ മണിപ്പൂർ സംസ്ഥാനത്ത് അമ്മമാരെയും സഹോദരിമാരെയും നഗ്നരാക്കി നടത്തിച്ചു. ചിത്രങ്ങൾ വന്നല്ലോ. അവിടെ പോയോ ഈ മോദി? അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന മോദി മണിപ്പൂരിലെ അമ്മമാരും സഹോദരിമാരും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ, അവരുടെ കുടുംബാംഗങ്ങളെ വെടിവെച്ച് കൊന്നപ്പോൾ, മിസ്റ്റർ മോദി, നിങ്ങളുടെ അമ്മമാരോടുള്ള സ്നേഹം എവിടെ പോയി? കാശിക്ക് പോയോ? പോയില്ലല്ലോ. നമ്മുടെ കേരളത്തോട് മോദി കാണിച്ച സമീപനം എന്താണ് സുഹൃത്തുക്കളെ? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ജൂലൈ 30 പുലർച്ചെ നമ്മളെല്ലാം അമ്പരപ്പോടുകൂടിയാണ് വാർത്ത കേട്ടത്, അല്ലേ? വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചൂരൽമല പൊട്ടിയൊഴുകി ഭൂമിക്കടിയിൽപ്പെട്ടു, വീടുകളടക്കം മനുഷ്യന്മാർ. എത്ര ആളുകൾ മരിച്ചു എന്ന കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും ഇല്ല. കുറെ ആളുകൾ നഷ്ടപ്പെട്ടു. ചിലരുടെ ബോഡി കിട്ടി, ചിലരുടെ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. മുറിഞ്ഞ കൈകൾ, മുറിഞ്ഞ കാലുകൾ, മുറിഞ്ഞ ശരീരഭാഗങ്ങൾ. നമ്മുടെ രക്ഷാപ്രവർത്തകർ അതെല്ലാം തന്നെ കണ്ടെടുത്തു. പോലീസ്, പട്ടാളം, ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ യുവജന പ്രസ്ഥാനമടക്കം സന്നദ്ധ സംഘടനകളൊക്കെ രംഗത്ത് വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടുത്തെ LDF ഗവൺമെന്റ് 4 മന്ത്രിമാർ അവിടെ പോയി ക്യാമ്പ് ചെയ്തു. അവിടെ താമസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ചാലിയാർ പുഴയിൽ നിന്ന് കുറെ ജഡങ്ങൾ കിട്ടി, ശരീരഭാഗങ്ങൾ കിട്ടി, അവരെ സംസ്കരിച്ചു. അതിനുശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളെല്ലാം സംഭാവന ചെയ്യണം. നമ്മളെല്ലാം കൊടുത്തു ഫണ്ട്. ജനങ്ങളാകെ മുന്നോട്ട് വന്നു. രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, ജാതി ഭേദമന്യേ ആ മുണ്ടക്കൈയിലും ചൂരൽമലയിലും മണ്ണിലടിയിൽപ്പെട്ട ആ സഹോദരങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളാകെ മുന്നോട്ട് വന്നല്ലോ. വയനാട് ദുരിതാശ്വാസ നിധി പിരിച്ചല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുത്തല്ലോ. ജൂലൈ 30 ഇത്തരമൊരു ദുരന്തം സംഭവിച്ചതിന് ശേഷം അതാ വരുന്നു നമ്മുടെ മോദി. എപ്പോ ആഗസ്റ്റ് മാസം 10 മോദി വരുന്നു വയനാട്ടിലേക്ക്. അപ്പോൾ പത്രങ്ങൾ റെഡി, നമ്മുടെ ചാനലുകൾ റെഡി, മോദിയുടെ വരവ് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെല്ലാം കരുതി എന്താണ്, ആഗസ്റ്റ് 10 മോദി വന്ന് തിരിച്ചു പോയതിനു ശേഷം ആ വയനാട്ടിലെ മരിച്ച കുടുംബങ്ങളുടെ ആശ്രിതന്മാരായിട്ടുള്ള ആളുകൾക്ക് പുനരധിവാസ സൗകര്യം ഏർപ്പെടുത്താൻ, നശിച്ചുപോയിട്ടുള്ള വീടുകൾ, നശിച്ചുപോയിട്ടുള്ള ആ ഗ്രാമപ്രദേശം വീണ്ടെടുക്കാൻ വേണ്ടി കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ പുനരധിവാസ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു പ്രതീതിയാണല്ലോ മോദി വന്നപ്പോൾ ഉണ്ടാക്കിയത്. അദ്ദേഹം ഉരുൾപൊട്ടിയ മേഖലകൾ സന്ദർശിച്ചു മുഖ്യമന്ത്രിയോടൊപ്പം. അതിനുശേഷം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് പോയി കാണിച്ച സ്നേഹപ്രകടനം നമ്മയൊക്കെ വല്ലാതെ ഹൃദയത്തിൽ ഓർമ്മയുണ്ടായി. എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ കുഞ്ഞ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പെരുമാറിയത്. നരേന്ദ്രമോദിയുടെ നരച്ച താടി തടവിക്കൊണ്ട് ഒരു കുഞ്ഞ്, ആശുപത്രിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടി ഇതാ രക്ഷകൻ വന്നിരിക്കുന്നു എന്ന തോന്നലുണ്ടായി. നമുക്കെല്ലാം തോന്നലുണ്ടായി. മോദിയോടും BJP-യുടെ കേന്ദ്ര ഭരണത്തോടും എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും നമുക്കൊക്കെ ഒരു തോന്നലുണ്ടായി. മോദി വന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച് ഈ അപകടത്തിന്റെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നമുക്കൊരു പ്രത്യേക സഹായം കിട്ടും എന്നാണ് നമ്മളെല്ലാം കണക്കാക്കിയത്. ഇപ്പൊ എത്രയായി? മോദി വന്നു പോയതിനു ശേഷം 100 ദിവസം പിന്നിട്ടിട്ടു. എന്താ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്? അധിക സഹായം തരാൻ പറ്റില്ല, അല്ലേ? പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് കാര്യത്തിൽ അങ്ങേയറ്റത്തെ വിവേചനം, ശത്രുതാപരമായിട്ടുള്ള നിലപാട്. തമിഴ്നാട്ടിൽ ഇവിടെ വെള്ളപ്പൊക്കം വന്നു, പെട്ടെന്ന് സഹായം കൊടുത്തു. ഹരിയാനക്ക് കൊടുത്തു, ഛത്തീസ്ഗഡിന് കൊടുത്തു. നമുക്ക് ചില്ലിക്കാശ് പോലുമില്ല.
എന്താ ഈ കേരളത്തോട് ഇത്ര ശത്രുതാപരമായിട്ട് നിലപാട് സ്വീകരിക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ പലയിടത്തും ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടി, ബി ജെ പിക്ക് ഭരണം കിട്ടി, കോൺഗ്രസ് തകർന്നെടുത്തെല്ലാം ബി ജെ പി വന്നു. ഇവിടെയോ? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെ? കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ അധികാരത്തിലുള്ളത്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ സംസ്കാരം വർഗീയ സംസ്കാരമല്ല, മനുഷ്യത്വമുള്ളവരുടെ മാനവികതയുടെ സംസ്കാരമാണ്, രാഷ്ട്രീയ സംസ്കാരമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ കാരണം കേരളത്തിലെ വിരുദ്ധന്മാർക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 1957 മഹാനായിട്ട് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. 57 എത്ര കൊല്ലത്തേക്കാ ജനങ്ങൾ വോട്ട് ചെയ്തത്? 5 കൊല്ലത്തേക്ക് അല്ലെ? എത്ര കൊല്ലാ ഭരിക്കാൻ വിട്ടത് ഈ കോൺഗ്രസ്? 2 കൊല്ലത്തേക്ക്. 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്തുള്ള ഗവൺമെന്റിനെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിരിച്ചുവിട്ടു കോൺഗ്രസ്. 67 വീണ്ടും അതേ EMS കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നു. അന്ന് എത്ര കൊല്ല? 2 കൊല്ലം. 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്തതാണ്. 1980 വീണ്ടും നായനാർ അധികാരത്തിൽ വന്നു, LDF. എത്ര കൊല്ലം ഭരിക്കാൻ വിട്ടത്? 2 കൊല്ലം. പക്ഷെ ഇപ്പോ കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെയാണ്, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടപ്പോലെ ഭരിക്കുന്നില്ല. കോൺഗ്രസിന് ഇപ്പോൾ പണ്ടത്തെ ശക്തിയില്ല. അതുകൊണ്ട് 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും പിണറായിയുടെ നേതൃത്വത്തിൽ LDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. ആ സർക്കാരിന് ശ്വാസം മുട്ടിക്കാനാണ് പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ട് മുന്നോട്ട് വരണം എന്നാണ് CPIM ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകമായിട്ട് രാഷ്ട്രീയ സംസ്കാരം സംരക്ഷിക്കണം. പാവപ്പെട്ടവന്റെ രാഷ്ട്രീയ സംസ്കാരം, ജനപക്ഷ രാഷ്ട്രീയ സംസ്കാരം, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രതിനിധാനം ചെയ്യുന്നത്. അതിനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ ആവേണ്ടതുണ്ട്. ഇവിടെ വർഗീയ ശക്തികൾ നമ്മുടെ നാടിന് ആപത്താണ്. എല്ലാ വർഗീയതയും, അത് ഹിന്ദുത്വ വർഗീയതയായാലും അതുപോലെ മുസ്ലിങ്ങൾക്കിടയിലെ വർഗീയതയായാലും ക്രിസ്ത്യാനികൾക്കിടയിലെ വർഗീയതയായാലും എല്ലാ വർഗീയതയും എതിർക്കുന്ന നിലപാട് സ്വീകരിക്കണം. ഇപ്പോ കേരളീയ സമൂഹത്തിൽ പലതരത്തിൽ വർഗീയത ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടക്കുകയാണ്. ഒരു ഭാഗത്ത് RSS BJP, ഇപ്പുറത്ത് മുസ്ലിം ലീഗ്, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, പിന്നെ പോപ്പുലർ ഫ്രണ്ട്. ഒരു ഭാഗത്ത് ഹിന്ദു ഏകീകരണം, ഇപ്പുറത്ത് മുസ്ലിം ഏകീകരണം. ഇത് മാത്രമല്ല, ക്രിസ്തീയ സമൂഹത്തിൽ 2019 ശേഷം ഈ വർഗീയ പ്രചരണം ശക്തിപ്പെട്ടിരിക്കുകയാണ്. കാസ എന്ന പേര്, കാസ. ഇവരെല്ലാം ചേർന്നുകൊണ്ട് കേരളത്തെ വർഗീയമായി വിഭജിക്കാനും നമ്മുടെ ജനപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിക്കും. സുഹൃത്തുക്കളെ, എന്താ ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ പ്രശ്നം? ചിലർ പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ അവകാശമാണ്. ഇത് മുനമ്പത്തെ പ്രശ്നം. BJPക്കാർ പറയുന്നത് ഇത് വഖഫ് ഭീകരതയുടെ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് വഖഫ് നിയമം തന്നെ ശരിപ്പെടുത്തണം, തകർക്കണം. അങ്ങനെ വഖഫ് ഭീകരത ഒരു ഭാഗത്ത് പറയുക, ഇപ്പുറത്ത് മുനമ്പത്ത് ക്രിസ്ത്യാനികളുടെ വിഷയമായിട്ട് ചിത്രീകരിക്കുക. യഥാർത്ഥത്തിൽ എന്താ മുനമ്പത്തെ വിഷയം? ഇപ്പൊ UDF-നകത്ത് തർക്കം തുടങ്ങിയിരിക്കുക. ലീഗിനകത്ത് തന്നെ 2 വിഭാഗം. കോൺഗ്രസിനകത്ത് ഒരു തർക്കം, സതീശൻ ഒരു പക്ഷത്ത്, ലീഗ് നേതാക്കന്മാർ മറുപക്ഷത്ത്. എന്താ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾ അധികം ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സക്കാത്ത്. അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. ധനാഢ്യന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവന് കൊടുക്കണം. ഇതിനാ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് വഖഫ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ആർജിച്ച സ്വത്തോ അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്ത് അയാൾ ആർജിച്ച സ്വത്തോ ഇസ്ലാം മത വിശ്വാസിയായിട്ട് ഒരാൾ സമുദായത്തിന് ദാനം കൊടുക്കുന്നു. ഇതാ വഖഫ് എന്ന് പറഞ്ഞാൽ. അതിന് രാജ്യത്ത് നിയമമുണ്ട്. അതാണ് വഖഫ് നിയമം. ആ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ആർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അതാ നിയമം. പക്ഷേ കേരളത്തിൽ ഈ വഖഫ് ഭൂമികൾ വലിയ നിലക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആരാതിന് മറുപടി പറയേണ്ടത്? കേരളത്തിലെ വഖഫ് ബോർഡിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. അപ്പൊ വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ സ്വത്താ ഇസ്ലാം മത വിശ്വാസ പ്രകാരം. നോക്കണം, പടച്ചോന്റെ സ്വത്താ. അവരുടെ ഇസ്ലാം മത വിശ്വാസ പ്രകാരം പടച്ചോന്റെ സ്വത്ത്. ആ പടച്ചോന്റെ സ്വത്ത് വിറ്റ് കാശാക്കുക ലീഗ് നേതാക്കന്മാർ. അതുകൊണ്ട് ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇതൊക്കെ അബ്യസ് ഗവൺമെന്റ് കാലത്ത് അന്വേഷിച്ചതാണ് പ്രശ്നം. മനസ്സിലായി? ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അടി കൊണ്ടതല്ല
അത് കണ്ട് ആളുകൾ കൂടിയതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? VS ഗവൺമെന്റ് കാലത്ത് ഈ കേരളത്തിലെ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുകൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിരവധി പരാതികൾ വന്നപ്പോ VSന്റെ ഗവൺമെന്റ് മുൻ നിയമ സെക്രട്ടറി മുൻ ജഡ്ജിയുമായിട്ടുള്ള MA നിസാറിനെ അന്വേഷണ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹം കൃത്യമായിട്ട് അന്വേഷിച്ചു. 20 റിപ്പോർട്ടുകളാണ് കൊടുത്തത്. പഠിച്ചവന്റെ സ്വത്ത് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് 50,000 റുപ്യ. മനസ്സിലായില്ലേ? പഠിച്ചവന്റെ സ്വത്ത് ലീഗിന് കൊടുക്കാൻ പറ്റുമോ? വിശ്വാസപ്രകാരം ഇങ്ങനെയുള്ള നിരവധി അന്യാധീനപ്പെടുകൾ സ്വത്തുകൾ, ഈ വഖഫ് സ്വത്തുകൾ തിരിമറി നടത്തിയതിന്റെ നിരവധി തെളിവുകൾ, ഇതൊക്കെ നിസാർ കമ്മീഷൻ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യും, അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറക്കും നോട്ടീസ് കിട്ടിയവര് പറയുന്നത് ഞങ്ങള് ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. മുനമ്പത്തെ കൈവശക്കാര് പറയുന്നത് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? ഇത് പറ്റില്ല. കാശ് വാങ്ങിച്ചിട്ട് വിൽക്കാൻ പറ്റുമോ? ഇത് വിൽക്കാൻ പറ്റില്ല. കാരണം അതാ നിയമം. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടത്. ഹൈക്കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഈ കൈവശക്കാരെ രക്ഷിക്കാൻ വേണ്ടി അവരിൽ നിന്ന് നികുതി ഈടാക്കാം എന്ന് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കില്ല. കാരണം വഖഫ് നിയമപ്രകാരം ഇതൊക്കെ വഖഫ് സ്വത്താണ്. ഇതാ മുനമ്പത്തെ വിഷയം. ഇത് ക്രിസ്ത്യാനിന്റെ വിഷയം മാത്രമാണ്. ഞാൻ വയനാട് പോയപ്പോ അവിടെ ഈ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലെ കൈവശക്കാർ മുസ്ലിങ്ങളാണ്, എല്ലാവരും മുസ്ലിങ്ങൾ. അവരും കബളിപ്പിക്കപ്പെട്ടതാണ്. പണം കൊടുത്ത് അവരുടേതാക്കി മാറ്റി എന്നാണ് അവർ കരുതുന്നത്. നിയമപ്രകാരം വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. ഇതാ ഇപ്പുറത്തെ ഈ വഖഫ് പ്രശ്നം. അപ്പൊ ഇതിൽ വെളിപ്പെടുന്ന കാര്യം എന്താണ്? കേരളത്തിലെ UDFന്റെ ഭരണകാലത്ത് ഇസ്ലാം മതവിശ്വാസികൾ കണക്കാക്കുന്ന പടച്ചോന്റെ സ്വത്ത് ലീഗുകാർ നല്ലോണം പൈസ വാങ്ങിച്ചിട്ട് വിറ്റു. ഇതാ ഇതിനകത്തുള്ള ഒരു സത്യം. അപ്പോ വാങ്ങിച്ചവര് 20-30 വർഷമായിട്ട് അവരുടെ കൈവശത്തിലാണ്. അപ്പോ അവർക്ക് നോട്ടീസ് വരുമ്പോ അവർക്ക് ആകെ വിഷമം. അപ്പൊ അവിടെ RSS BJP ഇടപെടുന്നു. ഞങ്ങൾ സഹായിക്കാൻ നിങ്ങളെ കേട്ടോ, ഞങ്ങൾ സഹായിക്കാൻ നിങ്ങളെ. ഇപ്പുറത്ത് മറ്റു ചില പാർട്ടികൾ പറയുന്നു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷേ കേരളം ഭരിക്കുന്നത് ആരാന്നറിയോ? BJPക്കാര്, പിണറായി വിജയനാണ്. കേരളത്തിലെ LDF സർക്കാർ. ആ സർക്കാരിന്റെ നേതാവായിട്ടുള്ള സഖാവ് പിണറായി പറഞ്ഞു മുനമ്പത്തായാലും എവിടെയായാലും കൈവശക്കാർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരില്ല, അത് ഞങ്ങൾ ഉറപ്പു തരില്ല. പക്ഷെ അതേസമയം ഇതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, സാങ്കേതികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിശ്ചയിക്കുന്നു. കമ്മീഷൻ ഇപ്പോൾ അതിന്റെ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കബളിപ്പിക്കുക. ഇതൊരു ഭാഗത്ത് RSS BJP ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട്. അതാണ് വഖഫ് ഭൂമിയുടെ അന്യാധീനപ്പെടൽ തെളിയിക്കുന്നത്. അവരായിരുന്നു മറുപടി പറയേണ്ടത്. പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത് അവരാണ്, മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞല്ലോ കൈവശക്കാർക്ക് ഞങ്ങൾ രക്ഷ കൊടുക്കും. അതിന് ചരിത്രപരമായിട്ടുള്ള പിന്തുണയുണ്ട്, പിൻബലമുണ്ട്. വെറുതെ പറയുന്നതല്ല മുഖ്യമന്ത്രി പിണറായി. പിന്നെയോ ഈ നാട്ടിൽ ദേവസ്വം ഭൂമി ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് ഇസ്ലാം മത വിശ്വാസികളുടെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ കാര്യമാണെങ്കിൽ ഈ നാട്ടിൽ ദേവസ്വം ഭൂമിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കണ്ണൂരിലെ പ്രശസ്തമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രമാണ് കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രം. കൊട്ടിയൂർ ദേവസ്വത്തിന് ഭൂമിയുണ്ട്. ആയിരക്കണക്കായ ഏക്കർ ഭൂമി കാട് പിടിച്ചു കിടന്ന ഭൂമിയാണ്. അവിടെ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റക്കാർ വന്നു. എപ്പോ 1-ാം ലോക യുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി പട്ടിണിയായി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ സ്വത്തെല്ലാം വിറ്റിട്ട് മലബാറിലേക്ക് കുടിയേറി. അവരാണ് മലബാറിലെ കുടിയേറ്റ കൃഷിക്കാർ. ആ കുടിയേറ്റ കൃഷിക്കാരിൽ പലരും കൊട്ടിയൂരിലെത്തി. അവർ ദേവസ്വത്തിന്റെ ഭൂമിയാണോ മറ്റു ഭൂമിയാണോ നോക്കിയില്ല. അവർ കാട് പിടിച്ച ഭൂമി പലർക്കും പൈസ കൊടുത്ത് ഫലഭൂയിഷ്ടമായിട്ട് ഭൂമിയാക്കി മാറ്റിയപ്പോൾ നോട്ടീസ് കൊടുത്തപ്പോൾ കൃഷിക്കാരാകെ ബേജാറായി. ആരായി കൃഷിക്കാരെന്നറിയോ? ഈ തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് പോയിട്ടുള്ള മിക്കവാറും അധികം ആളുകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരാണ്. നോക്കണം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരാണ് ഈ കുടിയേറ്റ കൃഷിക്കാരിൽ ഏറിയ പങ്കും. പക്ഷേ ആ കുടിയേറ്റ കൃഷിക്കാർ 20-25 വർഷമായിട്ട് കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന കുടിയേറ്റ കൃഷിക്കാർക്ക് ദേവസ്വത്തിന്റെ നോട്ടീസ് വന്നപ്പോ ദൈവദൂതനെ പോലെ അവിടെ ഓടിയെത്തത് ആരാണ്? മഹാനായിട്ടുള്ള AKG. കർഷക പ്രസ്ഥാനത്തിന് നേതാവായിട്ടുള്ള AKG ഓടിയെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോയി. നിങ്ങൾ ഒഴിയേണ്ടി വരില്ല, നിങ്ങളെ ഒഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊട്ടിയൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുടിയേറ്റ കർഷകരുടെ കൈവശ കൃഷിക്കാരുടെ നേതൃത്വം കൊടുക്കാൻ മഹാനായിട്ട് AKG ഒറ്റക്കല്ല. പിന്നെയോ അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു നേതാവുണ്ടായി, ഫാദർ വടക്കൻ. 57-ൽ EMSന്റെ ഗവൺമെന്റ് വന്നപ്പോ ഈ കേരളത്തിൽ ഇനി പള്ളിക്ക് രക്ഷയില്ല, ചർച്ചിന് രക്ഷയില്ല, അമ്പലത്തിന് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട്
നാടൊട്ടുക്ക് പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ് ഫാദർ വടക്കൻ. പക്ഷെ ആ ഒഴിപ്പിക്കപ്പെടുന്ന കൃഷിക്കാർക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടി AKGയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ് മുന്നോട്ട് വന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഫാദർ വടക്കൻ AKGയോട് തോളോട് തോൾ ചേർന്ന് ആ മാർച്ചിന് നേതൃത്വം കൊടുത്തു. അതാണ് കുടിയേറ്റ കൃഷിക്കാരുടെ സമരം. അപ്പോ BJPക്കാർക്ക് ആ ചരിത്രമുണ്ടോ? കൊട്ടിയൂരിലെ ദേവസ്വം ഭൂമിയിൽ കുടിയേറ്റ കൃഷിക്കാർക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് വന്നപ്പോ അന്നും ഈ നാട്ടിലെ കൈവശ കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് സഖാവ് പിണറായി ഇന്ന് ഈ വകഭൂമിയുടെ പേരിൽ ഒരാളും ഒഴിയേണ്ടി വരില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ അതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ഇവിടെയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അധ്വാനിക്കുന്ന വർഗത്തിന്റെ രാഷ്ട്രീയമാണ് CPIM കൈകാര്യം ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തെ തകർക്കുന്നതിന് വേണ്ടി ഇന്നും ശത്രുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഇപ്പുറത്ത് BJP, അപ്പുറത്ത് ലീഗ്, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് എല്ലാം ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ അച്ചടി പത്രങ്ങൾ മനോരമ, മാതൃഭൂമി അല്ലെ, ആ മനോരമയുടെ സ്ഥാപകനായിട്ടുള്ള മാമൻ മാപ്പളയാണ് മുമ്പ് പറഞ്ഞത്, ഈ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞാൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും. അതെ, കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ തവണ അധികാരത്തിൽ വന്നു, ഇപ്പോഴും അധികാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാനാവുന്നില്ല മനോരമ, മാതൃഭൂമിക്ക്, പിന്നെ ചാനലുകൾ. ഈ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്, CPIM ശക്തിപ്പെട്ടത്. ഇവിടെ നാം ആദരിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ, അവർ പ്രതിനിധാനം ചെയ്യുന്ന ജീവാർപ്പണം ചെയ്തിട്ടുള്ള സഖാക്കൾ, അവരൊക്കെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശത്രുവർഗത്തിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു വലിയ ജനകീയ ശക്തിയാക്കി മാറ്റുന്നതിന് ത്യാഗം സഹിച്ചവരാണ്. അവരെ ആദരിക്കുന്നു, അവരുടെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇന്നത്തെ തലമുറയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആ രക്തസാക്ഷി കുടുംബങ്ങൾക്കും പറയാനുള്ളത്, നമുക്ക് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താം. CPM-നെ തകർക്കാനുള്ള ശത്രുക്കളുടെ നാനാവിധമായിട്ടുള്ള പരിശ്രമങ്ങളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനാവും. അങ്ങനെ രക്തസാക്ഷികളോട് നമുക്ക് നീതി പുലർത്താനാവും. എന്തിനു വേണ്ടിയിട്ടാണോ അവർ ജീവത്യാഗം ചെയ്തത്? CPM-നെ ശക്തിപ്പെടുത്താനാണ്, CPM-നെ വളർത്താനാണ്, CPM-നെ തകർക്കാനുള്ള എല്ലാ ശത്രുക്കളുടെയും ആയുധങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ പൊരുതിയവരാണ് ആ രക്തസാക്ഷികൾ. അവരുടെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ ഒരു പോറലും കൂടാതെ മുന്നോട്ട് നയിക്കാൻ, ഇന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. ആദരവ് ചടങ്ങാണ്. ഏറ്റവും പ്രിയങ്കരായ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിനായി പ്രിയപ്പെട്ട സഖാവ് P. ജയരാജൻ സഖാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ലിസ്റ്റ് വായിക്കുന്നതിനായി സഹോദര ശുചിത്തിനെ ക്ഷണിക്കുന്നു. നേരിന് വേണ്ടി നാവുകൃത്യത്തിന്റെ പേരിൽ ജീവിതവും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് രക്തസാക്ഷിത്വത്തിന്റെ അമരത്വത്തിലേക്ക് നടന്നു നീങ്ങിയ രക്തസാക്ഷികളുടെ പ്രിയപ്പെട്ടവർ ഈ സമ്മേളനത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. രക്തസാക്ഷിത്വങ്ങളുടെ ഓർമ്മകൾ എരുമ്പുന്ന ഈ വേദിയിൽ ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടി രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സഖാവ് AM സക്കീർ, ആറ്റിങ്ങൽ ഏരിയയിലെ DYFI മേഖലാ സെക്രട്ടറി ആയിരുന്ന സഖാവിനെ 1995 ജനുവരി 16 PDPക്കാർ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. സഖാവ് AM സക്കീറിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരി ഷീബ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. സഖാവ് ദിൽഷാദ്, ബ്രാഞ്ച് അംഗമായിരുന്ന സഖാവ് 2004 ജൂലൈ 18 പാർട്ടി സഖാക്കളുമൊത്ത് വെയിറ്റിംഗ് ഷെഡ് പണിയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ RSSുകാർ സംഘടിതമായി ആക്രമിച്ച് സഖാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. രക്തസാക്ഷിത്വ സഖാവ് നൂർജഹാനും സഖാവ് റഹ്മത്തും ആദരവ് ഏറ്റുവാങ്ങുന്നു.
സഖാവ് കെ എൻ മണി ചാല ഏരിയയിലെ കുര്യാത്തി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് 1981 ജൂൺ 6 കുര്യാത്തി KSKT ഓഫീസിലിരുന്ന് കർഷക തൊഴിലാളി പെൻഷൻ ഫോറം പൂരിപ്പിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ RSS ആക്രമണത്തിൽപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചു. സഖാവിന്റെ പ്രിയ ഭാര്യ സുഭദ്രാമ ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നു. സഖാവ് നാരായണൻ നായർ KMCSU സംസ്ഥാന കമ്മിറ്റി അംഗവും വെള്ളറട ഏരിയയിലെ പാർട്ടി മുൻ ആനാവൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ തിരുവനന്തപുരം ആനാവൂരിലെ സഖാവ് നാരായണൻ നായർ 2013 നവംബർ 5 RSS ക്രിമിനലുകളുടെ കൊലക്കത്തിക്കിരയായി. പ്രിയ സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സഖാവിന്റെ പ്രിയപ്പെട്ട പത്നി സഖാവ് വിജയകുമാരിയും സഖാവ് മകൻ സഖാവ് ഗോപകുമാറും ആദരവേറ്റു വാങ്ങുന്നു. സഖാവ് രഘുനാഥൻ പാർട്ടി മെമ്പറായ സഖാവ് 1981 പ്ലീനം ജാഥയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ലോറിയിൽ പ്രകടനത്തിന് വരുമ്പോൾ അമരവിളയിൽ വെച്ചുണ്ടായിട്ടുള്ള അപകടത്തിൽ മരണപ്പെട്ടു. സഖാവിന്റെ ഓർമ്മകൾ നിരമ്പുന്ന ഈ വേദിയിൽ സഖാവിന്റെ മകൾ IR സുനിത ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് ബാബുരാജ് നെയ്യാറ്റിങ്കര ഏരിയയിലെ പാർട്ടി ബ്രാഞ്ച് അംഗമായിരുന്ന സഖാവിനെ 1991 മെയ് 2 കോൺഗ്രസ് ഗുണ്ടകൾ കുത്തിക്കൊലപ്പെടുത്തി. സഖാവിന്റെ മകൻ ബിനോജ് ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് ഹക്ക് മുഹമ്മദ് തിരുവനന്തപുരം ജില്ലയിലെ DYFI കലിങ്കൻമുഖം യൂണിറ്റ് പ്രസിഡന്റും പാർട്ടി കലിങ്കൻമുഖം ബ്രാഞ്ച് അംഗവുമായിരുന്ന സഖാവ് ഹക്ക് മുഹമ്മദിനെ കോൺഗ്രസ് ക്രിമിനലുകൾ തിരുവോണ ദിവസം പുലർച്ചെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സഖാവിന്റെ പിതാവ് സമദ് സഖാവിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് മിഥിലാജ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് തേമ്പാമൂട്ടിലെ DYFI തേവലക്കോട് യൂണിറ്റ് കമ്മിറ്റി അംഗം സഖാവ് മിഥിലാജിനെ കോൺഗ്രസ് ക്രിമിനലുകൾ തിരുവോണ ദിവസം പുലർച്ചെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സഖാവിന്റെ പ്രിയപ്പെട്ട മകൻ അഹമ്മദ് ഇർഫാൻ ഒപ്പം സഖാവിന്റെ സഹോദരൻ നിസാം എന്നിവർ ഈ വേദിയിൽ ആദരവേറ്റ് വാങ്ങുകയാണ്. സഖാവ് കെ രവീന്ദ്രൻ നേമം ഏരിയയിലെ പാർട്ടി മെമ്പറും KSKTU സെക്രട്ടറിയുമായിരുന്ന സഖാവിനെ 1993 മാർച്ച് 31 സഖാവ്
രാജീവ് നെടുമങ്ങാട് ഏരിയയിലെ യുഎഫ്ഐ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന സഖാവിനെ 1997 മെയ് 29 പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മധ്യ ലോബി ആക്രമിച്ച് കൊലപ്പെടുത്തി. സഖാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സഖാവിന്റെ പ്രിയപ്പെട്ട മാതാവ് ശ്രീകുമാരി, ഒപ്പം സഹോദരൻ മഞ്ജുഷ, സഹോദരൻ അരുൺ ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നു. ഫിലിപ്പ് റൊസാരിയോ ിലെ പാർട്ടി സഖാവിനെ 1989 ആഗസ്റ്റ് 14 അലങ്കാര പണികൾ നടത്തുമ്പോൾ കോൺഗ്രസ് ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. സഖാവിന്റെ ഓർമ്മകളിൽ പ്രിയപ്പെട്ട സഹോദരൻ റോബർട്ട്സൺ ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നു. സഖാവ് വഞ്ചിയൂർ വിഷ്ണു, വഞ്ചിയൂരിലെ പാർട്ടി ബ്രാഞ്ച് അംഗമായിരുന്ന സഖാവിനെ 2008 ഏപ്രിൽ 1 തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ച് RSSുകാർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രിയ സഖാവിന്റെ ഓർമ്മകളിൽ സഖാവിന്റെ സഹോദരൻ സഖാവ് വിമൽ ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് കുഹ, പേരൂർക്കട ഏരിയയിലെ കല്ലയത്ത് ജോൺസൺ നാടാരുടെ മകനായ സഖാവിനെ 1991 RSSുകാർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രിയ സഖാവിന്റെ സഹോദരൻ ബെറോസ്റ്റർ ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് ജസ്റ്റിൻ രാജ്, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന സഖാവ് കോൺഗ്രസ് ഗുണ്ട ആക്രമണത്തിനെതിരെ സഖാക്കളെ സംഘടിപ്പിച്ചതിൽ പ്രകോപിതരായ കോൺഗ്രസ് ഗുണ്ടകൾ 1992 ജൂലൈ 9 സഖാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. സഖാവിന്റെ അച്ഛൻ പൊന്നയ്യൻ നാടാരും അമ്മ വാസന്തിയുമാണ്. സഖാവിന്റെ പ്രിയപ്പെട്ട പിതാവ് പൊന്നയ്യൻ നാടാർ ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് എസ് ധനപാലൻ, കോവളം ഏരിയയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന സഖാവിനെ 1985 ഏപ്രിൽ 5 കോൺഗ്രസ് പ്രമാണി പുത്രന്മാർ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി. സഖാവിന്റെ പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് കുമാർ ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് അമ്മു 1972 മെയ് 3 കയറുപിരി തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്ത കയർ തൊഴിലാളിയായ അമ്മു പോലീസ് വെടിവെപ്പിൽ രക്തസാക്ഷിയായി. സഖാവിന്റെ മകൻ എൻ സോമൻ ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു. സഖാവ് വിശ്വംഭരൻ, പാർട്ടി പാപ്പനംകോട് ബ്രാഞ്ച് സെക്രട്ടറിയും KSKTU നിയമം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവിനെ 1972 മെയ് 22 പാപ്പനംകോട് ഏലായിൽ കർഷക തൊഴിലാളി സമരത്തിൽ പങ്കെടുക്കവെ ജന്മിമാർ വെട്ടിക്കൊലപ്പെടുത്തി. സഖാവിന്റെ മകൻ വിദ്യാധരൻ ഈ വേദിയിൽ ആദരവേറ്റുവാങ്ങുന്നു.
സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് വർഗീയവാദികളുടെ കൊലക്കത്തിക്ക് ഇരയാകേണ്ടി വന്നിട്ടും ഇച്ഛാശക്തിയുടെ ഇതിഹാസമായി വിപ്ലവ കേരളത്തിന്റെ കരുത്തായ സഖാവ് പി ജയരാജന് ആദരവ് നൽകുന്നതിനു വേണ്ടി സ്വാഗത സംഘത്തിന്റെ ചെയർപേഴ്സൺ സഖാവ് TN സീമയെ ക്ഷണിക്കുന്നു. സഖാവ് ഹരിദാസൻ കഴക്കൂട്ടം ഏരിയയിലെ ആറ്റിപ്പുറ ലോക്കലിലെ സ്റ്റേഷൻ കടവ് ബ്രാഞ്ച് അംഗവും ഹെല്ലോഡ് യൂണിറ്റ് കൺവീനറുമായിരുന്ന സഖാവ് അന്തരിച്ച സഹോദരൻ ഗംഗാപുത്രന്റെ വീട്ടിൽ പോയി മടങ്ങി വരും വഴി 1991 സെപ്റ്റംബർ 16 കോൺഗ്രസ് ഗുണ്ടാ സംഘം സഖാവിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. സഖാവിന്റെ ഓർമ്മകളിരമ്പുന്ന ഈ വേദിയിൽ സഖാവിന്റെ കുടുംബാംഗങ്ങൾ ആദരവ് ഏറ്റുവാങ്ങുന്നു. സഖാവ് മുരളീധരൻ രക്തസാക്ഷിത്വം വരിച്ച പ്രിയ സഖാവിന്റെ സ്മരണകളിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നു. Ekla!